കോഴിക്കോട് പുതുപ്പാടി സുബൈദ കൊലപാതക കേസിൽ പ്രതി ആഷിഖിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം ഇന്ന് അപേക്ഷ കൊടുക്കും. താമരശ്ശേരി കോടതിയിലാണ് അപേക്ഷ നൽകുന്നത്. ദീപക് തിരുമണ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് തത്സമയം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ അമ്മയെ കൊലപ്പെടുത്തിയ കേസാണിത്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. അത് തന്നെ, ഉമ്മയെ കൊലപ്പെടുത്തിയ മകനെയാണ് പോലീസ് കസ്റ്റഡിയിൽ മേടിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിനും ഒപ്പം തന്നെ തെളിവെടുപ്പിനും വേണ്ടി. ഈ സുബൈദയെ സ്വന്തം വീട്ടിൽ വെച്ച് മകൻ ആഷിഖ് കൊലപ്പെടുത്തുകയായിരുന്നു. ഈ ആഷിഖ് പണത്തിന് വേണ്ടി ചോദിക്കുന്നു, സ്വത്തിന് വേണ്ടി ചോദിക്കുന്നു. മാത്രവുമല്ല, ഇയാൾ മയക്കുമരുന്നിന് അടിമയാണ് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഉമ്മയെ നേരത്തെയും കൊലപ്പെടുത്താൻ ശ്രമം നടന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടിലുള്ള വീട്ടുപകരണങ്ങൾ, അതായത് കത്തിയും കൊടുവാളും ഉൾപ്പെടെയുള്ള വീട്ടുപകരണങ്ങൾ പോലും മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ഈ കൊലപാതകം നടത്തിയ ശേഷം കത്തി കഴുകുന്നത് അവിടുത്തെ CCTV ദൃശ്യങ്ങളിൽ പകർത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ നിന്നും പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. മറ്റൊന്ന്, ഈ അടുത്ത ബന്ധുക്കളുമായുള്ള തർക്കവുമുണ്ട്. ഈ കൊലപാതകത്തിന് ശേഷമുള്ള തർക്കത്തിൻ്റെ ദൃശ്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ വിശദമായ ചോദ്യം ചെയ്യൽ, ഒന്ന്, ഈ കൊലപാതകം ആസൂത്രിതമായിരിക്കാം, മറ്റേതെങ്കിലും ആൾക്കാരുമായി ചർച്ച ചെയ്തിട്ടൊക്കെ സ്വത്ത് കിട്ടിയില്ലെങ്കിൽ ആക്രമണം എന്നുള്ളതായിരിക്കാം, ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണോ, ഇത്തരം കാര്യങ്ങളെല്ലാം വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. മാത്രവുമല്ല, വിവിധ സ്ഥലങ്ങളിൽ തെളിവെടുപ്പ്, ഈ ആയുധം ഉൾപ്പെടെയുള്ള എവിടെ നിന്ന് വാങ്ങിച്ചു എന്നുള്ള ഉൾപ്പെടെയുള്ള തെളിവെടുപ്പുകളും നടത്തേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് പോലീസ് കസ്റ്റഡി അപേക്ഷ താമരശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകും. അതിനുശേഷം കോടതിയായിരിക്കും മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുക. എസ് കെ. ഓക്കെ, താങ്ക് യു ദീപക് തിരുമണം.